നമസ്കാരം, ആയുർജരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളൊരു വിഷയം നിങ്ങൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമായിരിക്കും. അതിപ്പോൾ കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും ഒക്കെ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മാത്രമല്ല, മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ കോമൺ കോൾഡ് അല്ലെങ്കിൽ കഫം കെട്ടി നിന്നിട്ടുണ്ടാവുന്ന പല പ്രശ്നങ്ങളും അത് വളരെ കോമൺ ആയിട്ട് എല്ലാവരിലും കാണുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് മുൻപൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു വർഷത്തിലോ അല്ലെങ്കിൽ 6 മാസത്തിലൊക്കെ വന്നിരുന്നത് ഇതിപ്പോൾ ഓരോ മാസം വീതമായിട്ട് വരുന്നുണ്ട്. ഇനി അഥവാ വന്നാൽ തന്നെ ഈ ഒരു ചുമയും കഫമൊന്നും തന്നെ പൂർണ്ണമായിട്ട് മാറുന്നുമില്ല. അപ്പോൾ അതിന് മാറ്റാൻ സഹായിക്കുന്ന വളരെ നല്ല ഔഷധ മൂല്യമുള്ള ഒരു ഒറ്റമൂലിക്കൂട്ടാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്രിപ്പറേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയുടെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ നമ്മൾ അറിയാതെയൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റ് ലഭിക്കാനും ബെൽ ബട്ടനും കൂടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇനി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഡോക്ടറെ ഇനി ലൈക്കും കമൻറ്റും ഷെയറൊന്നും പറയണ്ട എന്ന് പറയുന്നത് വരെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എപ്പോഴും തന്നെ നമ്മുടെ വീഡിയോസ് ഒന്ന് റെക്കമെൻഡേഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് വീഡിയോ കണ്ടൻറ്റുകളൊക്കെയാണ് നമ്മൾ ചാനലിൽ ഇടാറുള്ളത്. മുൻപും അങ്ങനെയായിരുന്നു. ഒത്തിരി നല്ല റെസിപ്പീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഹെൽത്ത് കണ്ടന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വേണ്ടത്ര ശ്രദ്ധ കിട്ടാണ്ട് പോയി എന്നുള്ളത് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും തന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷനിൽ വന്നില്ല. അതിനൊരു കാരണം നമ്മുടെ ലൈക്സിൻ്റെയും കമൻസിൻ്റെയും ഒക്കെ കുറവായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് നികത്താൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇത് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മറക്കാതെ സമയം കിട്ടുകയാണെങ്കിൽ അതൊന്ന് ലൈക്ക് ബട്ടണും അതുപോലെ കഴിയുമെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളും അല്ലെങ്കിൽ സ്നേഹവും ഒക്കെ തന്നെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക. തന്നെ ഈ കഫദോഷം കൂടുതലാവുന്നത് കഫപ്രകൃതി തന്നെ കൂടുതലായിട്ടുള്ള ആളുകളുണ്ടാവും. ഒരു കഫശല്യം എപ്പോഴും ഉള്ളവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ശരീരപ്രകൃതി വെച്ച് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. പിത്തദോഷം കൂടിയിരിക്കുന്നവർ എന്തൊക്കെ കഴിക്കണം, ഒഴിവാക്കണം, കഫദോഷം ഉള്ളവർക്ക് എന്തൊക്കെ കഴിക്കണം, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളവരാണ്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഏത് പ്രകൃതിയിലുള്ളവരാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം കഫപ്രകൃതി കൂടിയിരിക്കുന്ന ആളുകൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതിനിദ്ര, കൂടുതലുള്ള ഉറക്കം, അത് പകലുറക്കമാണെങ്കിൽ തീർത്തും അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ, മറ്റൊന്ന് തൈര് പോലുള്ളവ, പിന്നെ പാലൊക്കെ അതിയായിട്ടുള്ള, അതായത് കൂടുതലായിട്ടുള്ള ഉപയോഗം മാത്രം കുറച്ചാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാട മാറ്റിയിട്ടൊക്കെ തന്നെ പാൽ കുടിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അമിതമായിട്ട് ഉപയോഗിക്കരുത് എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ മധുരം, ഇതൊക്കെ തന്നെ കഫദോഷത്തെ കൂട്ടുന്നതാണ്. അല്ലെങ്കിൽ കരിമ്പ് ജ്യൂസ് തുടങ്ങിയിട്ടുള്ള ഇങ്ങനെ മധുരം കൂടി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് ഇതുപോലുള്ള കഫദോഷത്തെ ഒന്ന് നോർമലാക്കാൻ സഹായിക്കും. ഇതൊരു കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. കാരണം അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. നമ്മുടെ ഇന്നത്തെ ഒരു കഷായ ഒറ്റമൂലിക്കൂട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു കഷായം തയ്യാറാക്കാൻ ഒരു പിടി നിങ്ങളുടെ കയ്യിൽ ഏത് തുളസിയാണോ ഉള്ളത് അതെടുക്കാം. കഫത്തെ കളയാൻ വേണ്ടിയിട്ടും നമ്മുടെ ശ്വാസകോശത്തിന് നല്ലൊരു സപ്പോർട്ടായിട്ട് ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി അലർജിക് ആക്ഷൻ ഉണ്ട്. അപ്പോൾ തുമ്മലൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. പിന്നെ ഇതിൽ ഉണങ്ങിയ ഇഞ്ചി ചുക്കെടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റിക്ക് അല്ലെങ്കിൽ വിശപ്പ് പ്രശ്നങ്ങൾക്കൊക്കെ, ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളോ ഒക്കെ ഈ സമയത്തുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും, അല്ലെങ്കിൽ തൊണ്ട ചൊറിച്ചിൽ, നല്ല ശരീരവേദന കുറയ്ക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ കൊറിയാണ്ടർ സീഡ്സ്, മല്ലി, പച്ചമല്ലി എന്ന് പറയുന്ന ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാനും ഉറക്കക്കുറവ് കുറയ്ക്കാനും ഒക്കെ ഈ സമയത്ത് നല്ലതാണ്. പിന്നെ ഫ്ലൂവിൻ്റെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും വൈറ്റമിൻ ഇയും സിയും ഫോളിക് ആസിഡും ഒക്കെ തന്നെ ഇതിന് ഹെൽപ്പ് ചെയ്യും. ഇനി അതുപോലെ തന്നെ കുരുമുളക് എന്ന് പറയുന്നത് നമ്മുടെ ചുമ കുറയ്ക്കാനും അല്ലെങ്കിൽ ഒരു ആസ്മ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ, നല്ലൊരു റെസ്പിറേറ്ററി ട്രാക്റ്റ് ക്ലിയർ ആക്കാൻ നല്ലതാണ്. പിന്നെ അതിലേക്ക് ജീരകം ആൻറ്റിസെപ്റ്റിക്, അയണിൻ്റെ ഒരു സോഴ്സാണ്. അതുപോലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നല്ലതാണ്. അപ്പം ഇതിന് ഞാൻ ചുമ കുറയ്ക്കാനും അല്ലെങ്കിൽ നമ്മുടെ മധുരത്തിനും എന്നുള്ള രീതിയിൽ കൽക്കണ്ടം
ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുള്ളത് ദശമൂല കഷായ ചൂർണ്ണമാണ്. ദശമൂലം എന്ന് പറയുന്നത് പാടല, അഗ്നിമന്ദ, ശോനാക, ബിൽവ, കാശ്മീര്യ, കണ്ടകാരി, കാബ്രഹതി, ശാലിപർണി, വൃഷ്ണിവർണി, ഗോക്ഷൂര ഇതി ദേശീയമാനി എന്ന് പറയുന്ന ഈ ഒരു 10 ഔഷധങ്ങളുടെ വേരുകൾ ചേർത്തിട്ടുള്ളതാണ് ദശമൂല കഷായ ചൂർണം എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇരട്ടി മധുരത്തിൻ്റെ പൊടി ചേർക്കാം. അപ്പോൾ ഇത് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിക്കുകയാണ് വേണ്ടത്. നന്നായി തിളച്ച് നമ്മൾ വെച്ചതിനേക്കാൾ അല്പം ഒന്ന് വറ്റിയതിന് ശേഷം, അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ ഇനി ആവശ്യാനുസരണം ഒരു ഇളം ചൂടോടുകൂടി തന്നെ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എപ്പോഴും തന്നെ കഫത്തെ ഉരുക്കി കളയാൻ വളരെ നല്ലതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ നിങ്ങൾ സാധാരണ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കുമെങ്കിലും ഈ ഒരു കൂട്ടം കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് എപ്പോഴൊക്കെ കുടിക്കണം എന്നുള്ളത് വരെ, അത് ഓരോ ദിവസത്തിനായിട്ട് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഏത് കഷായമായാലും നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. പക്ഷേ എപ്പോഴും നമ്മുടെ ഒരു സമയ പരിമിതിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് തിളപ്പിച്ച് കുടിക്കാവുന്നതൊക്കെയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഡെയിലി ഉണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം, ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. ഇനി ഈ ഇത്തരം കൂട്ടുകൾ അല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് വേറെ കുറച്ച് പൊടിക്കൈകൾ കൂടെ ഉണ്ട്. വേണമെങ്കിൽ ഞാൻ അതും കൂടെ 1-2 ഒക്കെ ഇതിൽ സൂചിപ്പിക്കാം. ഒന്ന്, നമ്മുടെ വെറ്റില ഉണ്ടല്ലോ, ബീറ്റിൽ ലീഫ്, അത് ഒരു സ്പൂണ് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് സമം തന്നെ തേനും ചേർത്തിട്ട് ഒരു 2-3 നേരമൊക്കെ ആയിട്ട് കഴിക്കുന്നതും തന്നെ ഇതുപോലെയുള്ള കുത്തിയുള്ള ചുമയും കഫം അല്ലെങ്കിൽ കഫത്തിൻ്റെ പല പ്രശ്നങ്ങളും, നമുക്ക് മൂക്കൊലിപ്പ് ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. നെക്സ്റ്റ്, തുളസിയുടെ ജ്യൂസ് ഇതുപോലെ വെള്ളം ചേർക്കാതെ ഇടിച്ച് പിഴിഞ്ഞെടുത്ത നീരിലേക്ക് അതേ അളവിൽ തന്നെ തേനും ചേർത്ത് ഒരു പിഞ്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് 2 നേരമൊക്കെ ആയിട്ട് കഴിക്കുന്നതും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ, കഫം കുറയ്ക്കാൻ നല്ലതാണ്. ഇനി അതല്ലാതെ പലപ്പോഴും നമുക്ക് തണുത്ത എന്ത് കഴിച്ചാലും ഈ ഒരു പ്രശ്നം വരുന്നു. ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ഐസ്ക്രീം ഓൾറെഡി നിങ്ങൾ കഴിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഈ ഒരു കഫത്തിൻ്റെ പ്രശ്നം വരുന്നു എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനും നമുക്ക് കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഡ്രൈ ജിഞ്ചർ അല്ലെങ്കിൽ ചുക്ക് ഉണ്ടല്ലോ, ചുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കടിച്ച് ചവച്ച് കഴിക്കുന്നതോ അല്ലെങ്കിൽ ചൂടുള്ള വെള്ളം കുടിക്കുന്നതും ഒക്കെ തന്നെ തൊണ്ടവേദന ഇല്ലാതിരിക്കാനും അല്ലെങ്കിൽ ഈ ഒരു കഫദോഷത്തിലേക്ക് കടക്കാതിരിക്കാനും ഇത്തരം ടിപ്പുകളൊക്കെ തന്നെ സഹായിക്കും. ഏറ്റവും നല്ലത് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇനി അങ്ങനെ നിർബന്ധമുള്ളവർക്ക് വേണ്ടിയിട്ടൊരു ടിപ്പ് സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാം. ഇനി അതല്ലാതെ തന്നെ നമുക്ക് ചില ആയുർവേദ കുറച്ച് മരുന്നുകൾ ഉപയോഗിച്ചിട്ടൊക്കെ വേറെയും കുറേ ഡ്രിങ്ക്സുകൾ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും, കഫം പോവാനും അല്ലെങ്കിൽ ഈ കോമൺ കോൾഡിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാനൊക്കെ തന്നെ. അല്ലെങ്കിൽ ഇത്തരം സമയത്തൊക്കെ നമുക്ക് വിശപ്പില്ലായ്മ അല്ലെങ്കിൽ ആകെ ഒരു ദഹനക്കുറവ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാനും കൂടെ സഹായിക്കുന്ന ചേരുവകളാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ തുളസിയുടെ ഗുണങ്ങളെക്കുറിച്ചൊന്നും ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ വീഡിയോയിൽ തന്നെ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളും ചിലതിൽ ചിത്രക പോലുള്ള ഇരട്ടി മധുരം തുടങ്ങിയിട്ടുള്ളതും, ദശമൂല കഷായ ചൂർണം, ദശമൂല കടുത്രയും കഷായം, ത്രികടു ചൂർണം, ഇങ്ങനെ ഒട്ടനവധി നമ്മൾ ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്നുണ്ട്. ഞാൻ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് പോയിട്ടില്ല. നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ഡ്രിങ്കാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുള്ള ഡ്രിങ്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. മുൻപ് വീഡിയോ ചെയ്തതുപോലെ ആവരുത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കാരണം കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത്തരം നല്ല കണ്ടന്റുകളൊക്കെ തന്നെ അവരും കൂടെ അറിഞ്ഞ് നമുക്ക് ഇത്തരം ഉള്ള ഇഷ്യൂസിനൊക്കെ തന്നെ ഓവറായിട്ടുള്ള നമ്മുടെ മെഡിക്കേഷനും ചെറിയൊരു കോമൺ കോൾഡിനും ഒന്നും തന്നെ കൂടുതൽ മെഡിക്കേഷനും മരുന്നൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലുള്ള രീതിയിലൊക്കെ നമുക്ക് ആ ഒരു കഫത്തെ ഉരുക്കി കളയാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയാൽ വളരെ നല്ല ആശ്വാസം തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കരുതേ ലൈക്ക് ചെയ്യാൻ. അതുപോലെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.